മിഡിൽ ഈസ്റ്റ് എന്നും ലോകരാഷ്ട്രീയത്തിന്റെ ഏറ്റവും അപകടകരമായ ചെസ് ബോർഡാണ്. ഒരു നീക്കം തെറ്റിയാൽ അതൊരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമാകില്ല, മറിച്ച് ആഗോള സമ്പദ്വ്യവസ്ഥയും സുരക്ഷാബന്ധങ്ങളും തന്നെ തകർന്നുപോകുന്ന തരത്തിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടാകാം. ഇപ്പോൾ ആ ചെസ് ബോർഡിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇറാനാണ്. ഇറാൻ വീണ്ടും ശക്തമായി മുന്നോട്ടു നീങ്ങുന്നു എന്ന സൂചനകൾ പുറത്തുവരുമ്പോൾ അമേരിക്കയും ഇസ്രയേലും മാത്രമല്ല, യൂറോപ്പിലും ഏഷ്യയിലും വരെ ആശങ്കയുടെ ചൂടുയരുകയാണ്. ഇറാന്റെ ഏറ്റവും ശക്തമായ അഥവാ പാശ്ചാത്യ ലോകത്തിന്റെ കണ്ണിൽ ഏറ്റവും അപകടകരമായ ആയുധം നിർമ്മാണം പൂർത്തിയാകുന്നതായി സൂചന നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ച. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി ഉപരോധങ്ങളും ഭീഷണികളും നേരിട്ട ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തം പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുകയും സൈനിക സജ്ജീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഇറാന്റെ നിയമപരമായ അവകാശമാണ്. അതേസമയം ഇറാൻ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അമേരിക്കയും ഇസ്രായേലും കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സ്വതന്ത്ര ശക്തികളെ നിയന്ത്രിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പലരും കാണുന്നത്. ഈ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിനെ സമാധാനപരമായി നിലനിർത്താനുള്ള ശ്രമങ്ങൾ കൂടുതൽ പ്രയാസകരമാകുകയാണ് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. നേതാക്കൾ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. കാരണം ഇവിടെ ഒരൊറ്റ വിഷയമല്ല, പല തലങ്ങളിലുള്ള രാഷ്ട്രീയവും സുരക്ഷാ കണക്കുകൂട്ടലുകളും ഇടകലർന്നിരിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി, ബാലിസ്റ്റിക് മിസൈൽ വികസനം, ഹോർമുസ് കടലിടുക്കിലെ സൈനിക സാന്നിധ്യം, അമേരിക്കയുടെ നാവിക വിന്യാസം, ഇവയെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഒരു പുതിയ പ്രതിസന്ധി രൂപപ്പെടുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രസ്താവന വന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയിൽ നിന്നാണ്. അമേരിക്കയും ഇറാനും ആണവ ചർച്ചകൾ പുനരാരംഭിച്ച സാഹചര്യത്തിൽ ഇറാന്റെ ആണവ പദ്ധതി തിരിച്ചുവരവില്ലാത്ത അവസ്ഥയിലേക്ക് കടക്കുകയാണെന്ന മുന്നറിയിപ്പ് അദ്ദേഹം ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞു. ഒരു അന്താരാഷ്ട്ര മേൽനോട്ട ഏജൻസിയുടെ തലവൻ ഇത്തരമൊരു വാക്കുപയോഗിക്കുന്നത് സാധാരണ മുന്നറിയിപ്പല്ല. അത് ലോകത്തെ പ്രധാന ശക്തികൾക്ക് നേരിട്ട് നൽകിയ ഒരു അടിയന്തര സൂചനയാണ്. ഇറാൻ ആണവപരിധികൾ ലംഘിക്കാനുള്ള ഏതൊരു ശ്രമവും നടത്തിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നും അതിനെതിരെ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്നും അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും തങ്ങളുടെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നും വൈദ്യുതി ഉൽപ്പാദനം പോലുള്ള മേഖലകളിലേക്കാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും ഇറാൻ വ്യക്തമായി ആവർത്തിക്കുന്നുമുണ്ട്. ഇറാൻ ഈ വാദം ആവർത്തിക്കുന്നുണ്ടെങ്കിലും ലോകശക്തികൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസമുണ്ടാകാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ പ്രധാന കാരണം. ഇറാന്റെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളാണ് ഈ പ്രതിസന്ധിയുടെ ഹൃദയം. കാരണം യുറേനിയം സമ്പുഷ്ടീകരണം ഒരു രാജ്യത്തിന് ആണവോർജ്ജം വികസിപ്പിക്കാൻ ആവശ്യമായ ശാസ്ത്രീയ പ്രക്രിയയായിരിക്കുമ്പോഴും അതിന്റെ തോതും നിയന്ത്രണവും കൂടുമ്പോൾ ആണവായുധശേഷിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഉയരുന്നു. ഇതാണ് IAEA കൂടുതൽ പരിശോധനകൾ അനുവദിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുന്നതിനും. ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തം സുരക്ഷയും താൽപ്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള ഇറാനുള്ള അവകാശത്തെ സുതാര്യതയുടെ കുറവ് എന്ന് വിശേഷിപ്പിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പാണ്. മുൻപൊപ്പിട്ട കരാറുകളിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രം നിലനിൽക്കെ വീണ്ടും തങ്ങളുടെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ വിദേശ പരിശോധനയ്ക്കായി തുറന്നുകൊടുക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നു. വിദേശ അധിനിവേശങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ മുട്ടുമുടക്കാതെ ദേശീയ സുരക്ഷ എന്ന ചുവപ്പ് രേഖയ്ക്കപ്പുറം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. ഈ സാഹചര്യത്തിൽ സൈനിക രംഗത്തും ഇറാൻ ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് നേവിയുടെ യൂണിറ്റുകളെ ഉൾപ്പെടുത്തി നടത്തിയ വലിയ നാവിക അഭ്യാസം അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഈ അഭ്യാസത്തിൽ വിമാനവിരുദ്ധ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധ നടപടികളും ഉൾപ്പെടുത്തിയിരുന്നു. IRGC നാവികസേനയുടെ യൂണിറ്റുകളുടെ പ്രവർത്തന സന്നദ്ധത വിലയിരുത്തുക, ഹോർമുസ് കടലിടുക്കിൽ പൊതുവെ സുരക്ഷാഭീഷണികൾ നേരിടുന്നതിലെ IRGCയുടെ പരസ്പര സൈനിക നടപടിക്കുള്ള പിന്തുണ പദ്ധതികളും സാഹചര്യങ്ങളും അവലോകനം ചെയ്യുക, പേർഷ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ഇറാന്റെ ഭൂരാഷ്ട്രീയ നേട്ടങ്ങൾ ബുദ്ധിപരമായി ഉപയോഗിക്കുക തുടങ്ങിയവയാണ് യുദ്ധാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സമുദ്രമേഖലയിലെ സുരക്ഷാവിരുദ്ധ ഗൂഢാലോചനകൾക്കെതിരെ IRGCയുടെ പ്രവർത്തനപകടത്തിന്റെ ദ്രുതവും നിർണായകവും സമഗ്രവുമായ പ്രതികരണം യുദ്ധാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന യൂണിറ്റുകളുടെ ഇന്റലിജൻസ് പ്രവർത്തന പരിശീലനങ്ങളുടെ കാതലാണ്. ഹോർമുസ് കടലിടുക്ക് ലോകത്തെ എണ്ണക്കയറ്റുമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ്. ഇവിടെ ഒരു ചെറിയ സംഘർഷം പോലും ഉണ്ടായാൽ ആഗോള എണ്ണവില ഉയരുകയും ലോക സമ്പദ്വ്യവസ്ഥയെ തന്നെ ബാധിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഇറാൻ ഈ മേഖലയിൽ സൈനിക അഭ്യാസം നടത്തുന്നത് ഒരു പ്രതിരോധ പരിശീലനം മാത്രമല്ല, വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് എന്ന വിലയിരുത്തലുകൾ ശക്തമാണ്.
ഇറാന്റെ നീക്കങ്ങൾക്ക് മറുപടിയായി അമേരിക്കയും തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു. ഒരു വിമാനവാഹകി കപ്പലും അനുബന്ധ യുദ്ധക്കപ്പലുകളും മേഖലയിലേക്ക് അയച്ച അമേരിക്ക, ഇറാൻ ഏതെങ്കിലും ശത്രുതാപര നടപടി സ്വീകരിച്ചാൽ ശക്തമായി പ്രതികരിക്കും എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ചർച്ചകൾ നടത്തുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചു. എന്നാൽ ആ ചർച്ചകൾക്ക് അദ്ദേഹം മുന്നോട്ടുവയ്ക്കുന്ന പ്രധാന നിബന്ധന ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയാണ്. എന്നാൽ ഇറാൻ അതിനെ പൂർണ്ണമായി തള്ളുകയാണ്. ഈയൊരു വിഷയവും ഇരു രാജ്യങ്ങളുടെയും നയതന്ത്രബന്ധം വീണ്ടും സ്തംഭിക്കുന്ന ഏറ്റവും വലിയ ഘടകമായി മാറുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിച്ചെങ്കിലും അതിന്റെ ഭാവി അനിശ്ചിതമാണ്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ബാസ് മൗസവി പറഞ്ഞതുപോലെ ഇറാൻ നയതന്ത്രത്തോട് പ്രതിബദ്ധരാണ്. എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ച് ചർച്ച നടത്തില്ല എന്നദ്ദേഹം തുറന്നു പറഞ്ഞതോടെ ചർച്ചകൾക്ക് പരിധി വളരെ ചുരുങ്ങിയിരിക്കുന്നു. അതായത് ചർച്ചകൾ നടക്കുന്നു എന്നതുകൊണ്ട് മാത്രം സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറയ്ക്കുന്നതോടെ സംഘർഷസാധ്യതയും ഉയരുകയാണ്. ഇതോടൊപ്പം ഇറാൻ പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അമീർ ഹാത്തമി നൽകിയ മുന്നറിയിപ്പും സ്ഥിതി കടുപ്പിക്കുകയാണ്. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും തങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സൈനിക നടപടി സ്വീകരിക്കരുത് എന്ന് അമേരിക്കയോടും മറ്റു പ്രാദേശിക രാജ്യങ്ങളോടും ഇറാൻ ഉപദേശിക്കുന്നതിലൂടെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചാൽ പ്രതികരണമുണ്ടാകും എന്ന സന്ദേശമാണ് പുറപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇത്തരം മുന്നറിയിപ്പുകൾ പലപ്പോഴും വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ പ്രവൃത്തികളിലേക്ക് മാറാറുണ്ട് എന്നതാണ് ലോകത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഇറാന്റെ അടുത്ത നീക്കങ്ങളിലേക്കാണ്. തങ്ങളുടെ നാഷണൽ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇറാൻ കാട്ടുന്ന ഉറച്ച നിലപാട് പാശ്ചാത്യ രാജ്യങ്ങളെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുകയാണ്. ആണവ ഗവേഷണ രംഗത്ത് സ്വന്തം അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനോ അതോ ഇറാന്റെ പരമാധികാരം പൂർണ്ണമായും അംഗീകരിക്കുന്ന തുല്യനീതിയിൽ അധിഷ്ഠിതമായ പുതിയ നയതന്ത്ര കരാറിലേക്കോ ലോകശക്തികളെ എത്തിക്കാനോ ആണ് ഇറാന്റെ മുന്നിലുള്ള ലക്ഷ്യം. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ മാന്യമായ ഒരു ഉടമ്പടിക്ക് തയ്യാറാകാൻ ലോകത്തെ നിർബന്ധിതമാക്കുന്ന ഇറാന്റെ ഈ തന്ത്രപ്രധാന കഴുത്ത് മിഡിൽ ഈസ്റ്റിലെ പുതിയ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുമെന്നുറപ്പാണ്. അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ഇറാൻ സൈനിക അഭ്യാസങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചെറിയൊരു തെറ്റായ കണക്കുകൂട്ടൽ പോലും വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലെടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലയിലെ ഒരു ചെറിയ സംഘർഷം പോലും ലോക സമ്പദ്വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുന്ന പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ചുരുക്കത്തിൽ ഇറാന്റെ ഏറ്റവും അപകടകാരിയായ ആയുധം എന്ന വാക്കുകൾ വാർത്തകളിൽ വലിയ തലക്കെട്ടായി മാറുമ്പോൾ അത് വെറുമൊരു രാജ്യത്തിന്റെ സൈനിക നേട്ടം എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ ഒരു പുതിയ സംഘർഷഭീതിയിലേക്ക് തള്ളുന്ന ഘടകമായിട്ടാണ് മാറുന്നത്. ഭാവി എന്താകുമെന്ന് കാലം തെളിയിക്കും. എന്നാൽ ഒരു യാഥാർത്ഥ്യം ലോകത്തിനു മുന്നിലുണ്ട്. അധിനിവേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഇറാന്റെ ഓരോ ചുവടുവെപ്പും ലോകക്രമത്തെ തന്നെ മാറ്റിയെഴുതാൻ പോന്നതാണ്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ചലനങ്ങളല്ല, മറിച്ച് ആഗോള അധികാര സമവാക്യങ്ങളുടെ ഗതി നിശ്ചയിക്കാനുള്ള ശേഷി ഇന്ന് ഇറാന്റെ കയ്യിലുണ്ട്. ലോകം ഇന്ന് ഇറാനെ ഉറ്റുനോക്കുന്നത് കേവലം ഒരു രാജ്യം എന്ന നിലയിലല്ല, മറിച്ച് അടിച്ചമർത്തലുകൾക്കെതിരെ തലയുയർത്തി നിൽക്കുന്ന ഒരു ഗ്ലോബൽ ശക്തി എന്ന നിലയിലാണ്.